ണെങ്കിൽ വയനാട് കുറിച്യർമലയുടെ അടിവാരത്തുള്ള സേട്ടുകുന്ന് മേൽമുറി പ്രദേശത്തുകാരുടെ ജീവിതം തന്നെ ഒരു KSRTC ബസ്സിനെ ആശ്രയിച്ചാണ്. കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെടുന്ന ഈ മിനി ബസ്സാണ് ഈ പ്രദേശത്തേക്കുള്ള ഏക യാത്രാ മാർഗം. മേൽമുറി സേട്ടുകുന്ന് വർഷങ്ങൾക്ക് മുൻപ് KSRTC സർവീസ് തുടങ്ങിയപ്പോൾ ബോർഡ് വായിച്ചവരൊക്കെ ചോദിച്ചു എവിടെയാണ് സേട്ടുകുന്ന്. എന്നാൽ ഇപ്പോൾ ഈ ബസ്സിൻ്റെ ബോർഡിലൂടെ തന്നെ സേട്ടുകുന്ന് കാണാത്തവർക്കും ആ സ്ഥലം പരിചിതമാണ്. എന്തായാലും നമുക്കൊന്ന് സേട്ടുകുന്ന് വരെ പോയി വരാം. പൊതുവെ നല്ല സർവീസാണ്, നല്ല സഹകരണമാണ്, യാത്രക്കാർ നല്ല സഹകരണമാണ്. ഈ ബസ് ഫുൾ സീറ്റിംഗ് ആയിരുന്നു. അത്രയ്ക്കും ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ്. എന്തു പറ്റിയെന്ന് വെച്ചാൽ 2018 ഇവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ ആൾക്കാരെയും മാറ്റി താമസിപ്പിച്ചതാണ്. ആ ഒരു ഇതുകൊണ്ടാണ് ഇപ്പം ബസ് ഏകദേശം കാലിയായിട്ടില്ല. കാലിയല്ല, എന്നാലും കുഴപ്പമില്ല. ഡ്രൈവിംഗ് റെസ്റ്റ് ഒന്നും ഇല്ല, അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോരുക. ആകെ ഭക്ഷണം കഴിക്കാൻ സമയമില്ല. പിന്നെ അവിടെ അടുത്തടുത്ത് സ്റ്റോപ്പുകളതിനെ കൊണ്ട് ശേഷം ബുദ്ധിമുട്ടുണ്ട്. എന്നാലും സുഖയാത്രയാണ്. ഒരു ഉൾനാട്ടിൽ കൂടെ അങ്ങനെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിട്ട് ഡ്യൂട്ടിയാണ്. ഈ ബസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു ബസ്സില്ല. ഞങ്ങൾക്ക് ഉപകാരമില്ല എന്ന് പറഞ്ഞാൽ ഈ ബസ് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് യാത്രയിൽ സുഖമുള്ളൂ. ഇല്ലെങ്കിൽ 120 ഉറുപ്പ്യ കൊടുത്ത് ഞങ്ങളെ പരൻ്റെ അടുക്ക് വരണം. ഞങ്ങൾ കൽപ്പറ്റ വരെ ഇവിടുന്നാണ് കയറിയാൽ പോകാം. അല്ലെങ്കിൽ ഇറങ്ങി അങ്ങനെ പോകണം. പൈസയും കൂടുതൽ കൊടുക്കണം. ബസ്സില്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ സ്ഥിരം ഇതിലാണ് പോകേണ്ടി വരലൊക്കെ. ഞങ്ങൾക്ക് ഇതിലുള്ളത് കൊണ്ട് നല്ലൊരു ഉപകാരമാണ്. 28 ഉറുപ്പ്യ കൊടുത്ത് ഞങ്ങൾ കൽപ്പറ്റ എത്തും. ഈ ബസ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അതിൽ തന്നെ തിരിച്ചും വരും. നമ്മൾ കണ്ടത്തോളം നല്ല സഹകരണ ഡ്രൈവറും കണ്ടക്ടറും. ഇനിയിപ്പോൾ ഒരാളാണ് അവിടുന്ന് കണ്ടാലും ഒരു കയറ്റാതെ പോരൂല. ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും. ഇപ്പോൾ നമുക്ക് അതേപോലെ കൽപ്പറ്റയിൽ നിന്ന് പോകാറുണ്ടെങ്കിൽ അവരോട് കണ്ട ഒരു ടൈം ചോദിച്ചാൽ കൃത്യം പറഞ്ഞു തരും. ഇന്ന സമയത്ത് ബസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞു. വലിയ അനുഗ്രഹമാണ്. ഈ ബസ് ഇവിടെ ഉള്ളത് കൊണ്ട് വലിയ അനുഗ്രഹമാണ്. ഈ ബസ്സിന് തന്നെയാണ് സ്ഥിരമായിട്ട് പോകുന്നത്. ഈ ബസ്സുള്ളത് നമുക്ക് ഭയങ്കര ഉപകാരമാണ്. ഇത് അധിക ദിവസം കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ബസ്. അന്നേരം നമുക്ക് ഓട്ടോ വിളിച്ച് പോകണമെങ്കിലൊക്കെ ഇടിയം വയലൊന്ന് 100 രൂപ കൊടുക്കണം. ഈ ബസ്സുണ്ടെങ്കിൽ നമുക്ക് 18 രൂപയ്ക്ക് പൊഴുതന്നെ എത്താം. ഇതാണ് ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്, മേൽമുറി. കുറിച്യർമലയുടെ താഴ്വാരത്തിലുള്ള സ്ഥലമാണ്. പണ്ട് കുറിച്യർമല ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ ഇതിൻ്റെ മേലെയാണ്. ഈ നാട്ടുകാരുടെ ഏക ആശ്രയമാണ് ഈ കുട്ടിവണ്ടി. ശ്രേയസ് കുമാർ MLA അവസരത്തിൽ നിരന്തരമായിട്ട് ഞങ്ങൾ ഭരണസമിതി ഇടപെടുകയും ആ ഭരണസമിതിയിൽ ഞാൻ അംഗമായിരുന്നു, സ്റ്റഡി കമ്മിറ്റി ചെയർമാനായിരുന്നു. പക്ഷേ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ദിവസം വന്ന് ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും ഉടനെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിലേക്കൊരു ലെറ്റർ വന്നു. ബസ് അനുവദിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ബസ് അനുവദിക്കുകയും ആ ബസ് പഞ്ചായത്തിൻ്റെ അംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം ചേർന്നുകൊണ്ട് ആ ബസ് അവിടെ നിന്ന് എടുക്കുകയും അതൊരു ഉദ്ഘാടനമായി നടത്തുകയുമാണ് ഉണ്ടായത്. വേറൊരു വണ്ടി വന്നാൽ ഈ വണ്ടി നിർത്തിയിട്ട് വേണം വേറെ വണ്ടിക്ക് സൈഡ് കൊടുക്കണമെങ്കിൽ. വീതിയില്ല, തീരെ വീതിയില്ല. എന്താ വെച്ചാൽ അങ്ങനെ ഉള്ള മന്ദഗതിയിലാണ് ഈ റോഡ് എടുക്കുന്നത്. വേറെ വണ്ടി വന്നാൽ വേറെ ഒരു മാർഗ്ഗമില്ല. വണ്ടി വന്നാലും ബാക്കോട്ട് എടുക്കണം, ഈ വണ്ടിക്ക് മുന്നോട്ട് എടുക്കണം. ഈ ഒരു ബസ്സുള്ളൂ നമ്മളെ മേൽമുറി സേട്ടുകുന്ന്. ഈ ബസ് ഇടയ്ക്ക് കേടുവരും. അതിന് ബദലൊരു ബസ് വിടുന്നില്ല. ബസ് ഒരു പുതിയ ബസ്സാണ് ഞങ്ങൾക്ക് ആവശ്യം. മേൽമുറി സേട്ടുകുന്ന് പ്രദേശത്ത്
ഏറ്റവും കൂടുതൽ ആളുകൾ അവിടുത്തെ പ്രദേശത്തുകാർ മലയോര പ്രദേശമായതുകൊണ്ട് പിന്നെ വളരെയധികം പിന്നെ നല്ല രീതിയിലാണ് ഈ ബസ്സിനോട് പ്രതികരിക്കുന്നത്. ഈ ബസ് വന്നതിന് ശേഷം ആളുകളെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സേട്ടുകുന്നും മേൽമുറിയൊക്കെ കണ്ട് നമ്മൾ കൽപ്പറ്റ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി പറയാനുള്ളത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനോടാണ്. സേട്ടുകുന്നുകാരുടെയും മേൽമുറിക്കാരുടെയൊക്കെ അത്രയും പ്രിയപ്പെട്ടൊരു വണ്ടിയാണ്. ഈ പഴയ വണ്ടി ആ കുന്നും മലയൊന്നും കയറുന്നില്ല. അപ്പോൾ ഒരു പുതിയ ബസ് എത്രയും പെട്ടെന്ന് അനുവദിക്കണം. അത് മിനി ബസ് തന്നെ വേണം, വലിയ ബസ് പറ്റില്ല. അപ്പോൾ അവർക്ക് സുഖമായി യാത്ര ചെയ്യാം. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.